ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നോക്കിക്കേ, ഞാൻ വീടിനുള്ളിൽ വെച്ച് വളർത്തുന്ന ചീരയാണ് കേട്ടോ. ഇവനാണ് ഏറ്റവും ആദ്യം വളർന്നു വന്നത്. അപ്പോൾ ഇത് നന്നായി തഴച്ച് വളർന്ന് നല്ല ഹൈറ്റിലാണ് പോയേക്കുന്നത്. ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ കറി വെച്ചേക്കാന്ന് ഓർത്തെടുക്കാൻ ചെന്നപ്പോഴാണ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. വീടിനുള്ളിൽ ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് കേട്ടോ വാച്ച് വളർത്തുന്നത്. അതിൻ്റെ ചുവട്ടിൽ കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നീട് വളർന്നു വന്നതാണിത്. അപ്പം ഏറ്റവും ആദ്യം വളർന്നു വന്നതായതുകൊണ്ട് അവൻ ഏറ്റവും ആദ്യമേ തഴച്ചങ്ങ് കയറിപ്പോയി. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയേ, ഇതൊരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ അകത്ത് 2 എണ്ണം ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇലയ്ക്കൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല കളറും ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം റെഡ് കളറിലാണ് നിൽക്കുന്നത്. അതേസമയം ഇതാണെങ്കിൽ വേറൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. ഇലയ്ക്ക് ചെറിയ പച്ച കളറും മറ്റേ തണ്ടിന് ഇച്ചിരി റോസോട് കൂടിയ കളറൊക്കെയാണ്. ഇപ്പുറത്തും ഉണ്ട്. ഇത് കുറച്ച് ചീരകൾ ഒന്നിച്ച് വളർന്നു വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിന് തണ്ടിനൊന്നും അത്ര വലിയ വലുപ്പമില്ല, ഇലകൾക്കും അത്ര വലുപ്പമില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നിട്ട് കറി വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വീടിനുള്ളിൽ ഇങ്ങനെ ചീരയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്നുണ്ട്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ, ലേറ്റായിട്ടുണ്ടായതാണ്. ഞാൻ ഈ ചെടിച്ചട്ടിക്കകത്തേക്ക് തന്നെ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ച് അങ്ങനെ വളർത്തുന്നതാണ് കേട്ടോ. വലിയ പരിപാലനമൊന്നും ഇല്ല. വെള്ളം ഒഴിച്ചു കൊടുക്കും. മണ്ണൊക്കെ ആണെങ്കിലും കമ്പോസ്റ്റ് ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഈ മീൻകുളത്തിലെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. മീൻകുളത്തിലെ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വളർച്ച തോന്നുന്നുണ്ട്. ഇതിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ല കളറൊക്കെ വന്നത് മീൻകുളത്തിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. എനിക്ക് വേറെയും പച്ചക്കറികളുണ്ട്, ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നു. ഇപ്രാവശ്യം മുളപ്പിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ കറിവേപ്പ്, എൻ്റെ ഒരു കറിവേപ്പാണ്. കുറച്ച് കറിവേപ്പ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഇവിടെ ഇപ്പോൾ 2 കറിവേപ്പാണ് മിച്ചമുള്ളത്. ഇത് ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. ഇത് ഞാൻ പ്രൂൺ ചെയ്തിട്ട് എല്ലാം താഴ്ച നന്നായിട്ട് വളർന്നു വരുന്നതാണ് കേട്ടോ. ഇത് മറ്റേത് പ്രൂൺ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നന്നായിട്ട് തഴച്ചു വളരുന്നത് കേട്ടോ. ഇപ്പോൾ പുതിയ മുളയൊക്കെ വന്നിട്ട് അടിയിൽ നിന്നെല്ലാം നല്ല ശിഖരങ്ങളുണ്ടായിട്ടുണ്ടത്. ഇനിയിപ്പം സമ്മർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പം നന്നായിട്ട് വളർന്നോളൂ. ഇവിടെ പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഒരു മുളകിൻ്റെ ചെടികളൊക്കെയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ സാധാരണ ഇത് മുളപ്പിച്ചെടുക്കുക ചെയ്യാറുണ്ടായിരുന്നേ. ഇപ്രാവശ്യം എന്തായാലും വാങ്ങിച്ച്. ഇവിടെയും ഇത് വഴുതനയാണ് കേട്ടോ. അങ്ങനെ 2 ചെടികളും കൂടി ഇത് മാറ്റി നടാനുള്ളതാണ്. അപ്പം ഞാൻ ഈ ചീര കറി വെക്കാൻ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ്. വീടിനുള്ളിൽ ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മളിങ്ങനെ 2-3 ചെടിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വിത്തിട്ടെന്നാൽ ഇതുപോലെ ചീരയൊക്കെ ഉണ്ടായി കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനേ ഈ ചീരേനെ കറി വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ 2 ബ്രാഞ്ചസ് നിർത്തിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതേ നിന്ന് വീണ്ടും മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ, അതത്ര മൂത്തൊന്നും പോയിട്ടില്ല, നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടി. പിന്നെ നല്ല വലുപ്പത്തിലാന്ന് നോക്കിയേ. വേണ്ട, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഈ ചെടിച്ചട്ടിയിലേയും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതും ഇവിടെ നിന്നൊരു ഏറ്റവും അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല, ഈ മുള വരുന്ന അവിടെ നിന്ന് കയറ്റിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്.
ഇതുണ്ടോ, അടിയിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. വേണ്ടോ, ഇലക്കൊക്കെ നല്ല വലിപ്പമുണ്ട്, തണ്ടും അത്യാവശ്യം കട്ടിയുണ്ട്. ഇനി ഞാൻ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ച്. എന്നാലാണ് അടിയിൽ നിൽക്കുന്ന ചീരകൾക്ക് നല്ല വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വളർന്നു വരുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അത്യാവശ്യം നല്ലൊരു കറിക്ക് കിട്ടുമല്ലോ. ഈ ചൂടുള്ള സമയത്ത് മാത്രമേ ഇവിടെ ഇതൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിലും പിഴുതെടുക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ പോകുമല്ലോ അടിയിൽ നിൽക്കുന്നപ്പോൾ. അത് മാറ്റി നടാൻ സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാറ്റി നടായിരുന്നു അങ്ങനെ പിഴുതെടുത്തിട്ട്. പക്ഷെ എനിക്കിപ്പോൾ അതിന് സമയമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തെന്നാലാണ് അടിയിൽ നിൽക്കുന്ന ചീരകളൊക്കെ നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഇനി ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി എടുത്തു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വിത്ത് വിതറി കൊടുത്തുന്നാൽ ഇതുപോലെ നമുക്ക് പറിച്ച് കയറി വെക്കാം കേട്ടോ. അതുണ്ടോ, ഇത്രയും ചീരയാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയത്. ഒരു കറിക്കുള്ള ചീര കിട്ടി. ബാക്കി ചീര അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട്. അതിനി നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വളർന്നു വന്നോളൂതുണ്ടോ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ.